സെബിയുടെ ഒരു പുതിയൊരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു. അതിൻ പ്രകാരം മ്യൂച്വൽ ഫണ്ട് വിപണിയിലേക്ക് ഇനി 250 രൂപയുടെ SIPയും സ്വീകരിക്കുന്നതായിരിക്കുമെന്നാണ് സെബി പറയുന്നത്. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂട്ടുന്നതിന്റെ ഭാഗമായി ലോവർ ഇൻകം ഗ്രൂപ്പുകളെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് 250 രൂപയിൽ വരുന്ന SIP കൂടി ഇനി മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് സെബിയുടെ ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയെങ്കിൽ നിലവിലുള്ള മ്യൂച്വൽ ഫണ്ട് വിപണിയുടെ മൂല്യം ഇനിയും വളരെയധികം വർദ്ധിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ആൽഫയുടെ ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രകാരം കഴിഞ്ഞ മാസം മ്യൂച്വൽ ഫണ്ട് വിപണിയിലേക്ക് വന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് പറയാം. 21,262 crores ആണ്. അപ്പോൾ നമ്മളത് കമ്പയർ ചെയ്യണം. നമുക്ക് 2016, അതായത് വെറും 8 വർഷം മുമ്പ് ഒരു മാസത്തെ ഇന്ത്യൻ വിപണിയിൽ മ്യൂച്വൽ ഫണ്ട് വിപണിയിലേക്ക് വന്നിരുന്നത് അറൗണ്ട് 3,100 crores ആയിരുന്നു. ഇന്നത് 21,200 crores ആണ് ഈ കഴിഞ്ഞ മാസത്തെ മ്യൂച്വൽ ഫണ്ട് വിപണിയിലേക്ക് വന്നിരിക്കുന്ന എമൗണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഇന്ത്യയിൽ വളരെയധികം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സെബിയുടെ പുതിയ തീരുമാനം ലോവർ ഇൻകം ഗ്രൂപ്പുകളെ കൂടി കൺസിഡർ ചെയ്യാനുള്ള ഒരു തീരുമാനം.